പ്രശാന്ത് ഒരു കാലത്ത് തമിഴ് സിനിമയിൽ ഏറെ താരമൂല്യമുള്ള ഒരു നടനായിരുന്നു. അന്ന് ഒരുപക്ഷെ അജിത്തിനേക്കാളും വിജയിയേക്കാളും താരമൂല്യമുണ്ടായിരുന്ന ഒരു നടനായിരുന്നു പ്രശാന്ത് മലയാളത്തിലും ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. MD വാസുദേവൻ നായർ തിരക്കഥ എഴുതിയ പെരുന്തച്ചൻ എന്ന വിഖ്യാതമായ സിനിമയിൽ 1990 പുറത്തിറങ്ങിയ വൈകസി പുറന്താച്ച് എന്ന സിനിമയിലൂടെയാണ് പ്രശാന്ത് അഭിനയ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. തമിഴിലും മലയാളത്തിലും ഉൾപ്പെടെ തെന്നിന്ത്യൻ സിനിമകളിൽ തിളങ്ങി നിന്ന ത്യാഗരാജൻ എന്ന നടന്റെ മകനാണ് പ്രശാന്ത്. ത്യാഗരാജന്റെ സഹോദരിയുടെ മകനെ ഒരുപക്ഷെ നിങ്ങൾക്കറിയാം, സൂപ്പർ സ്റ്റാർ വിക്രം. മലയാള സിനിമയായ പെരുന്തച്ചന്റെ മകനായിട്ടാണ് അതിൽ പ്രശാന്ത് അഭിനയിച്ചത്. ദിൽ എന്ന ബോളിവുഡ് സിനിമയുടെ തമിഴ് റീമേക്കായ തോലിമുത്തു എന്ന സിനിമയിലും പ്രശാന്ത് അഭിനയിച്ചു. കാലത്തിൽ ഒലിഞ്ഞുപോയ ബോളിവുഡ് നടി ദിവ്യ ഭാരതിയായിരുന്നു അതിൽ മറ്റൊരു കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. 90കളിൽ പുറത്തിറങ്ങിയ ബാലു മഹേന്ദ്ര സംവിധാനം ചെയ്ത വണ്ണ പൂക്കൾ, RK സെൽവമണിയുടെ ചെമ്പരത്തി, മണിരത്നത്തിന്റെ തിരിട എന്നീ സിനിമകളിലൂടെ പ്രശാന്ത് തമിഴ് സിനിമയിലെ ഒഴിച്ചുകൂടാനാവാത്ത സാന്നിധ്യമായി മാറി. ഒരുപക്ഷെ പ്രശാന്തിനെ ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെട്ടത് ശങ്കർ സംവിധാനം ചെയ്ത ജീൻസ് എന്ന സിനിമയിലായിരുന്നു. ഐശ്വര്യ റായ് നായികയെ അഭിനയിച്ച ജീൻസ്. സൂപ്പർ ഹീറോ ഇമേജിലേക്ക് പ്രശാന്തിനെ കൊണ്ടെത്തിച്ച ചിത്രമാണ് ജീൻസ്. പിന്നീട് 90കളുടെ അവസാനത്തിൽ കണ്ണെതിരെ തോണ്ടിനാൾ, കാതൽ കവിതൈ, ജോഡി എന്നീ സിനിമകളും പ്രശാന്തിൻ്റെതായി ഹിറ്റായി മാറി. അക്കാലത്ത് ഒരുപക്ഷെ അജിത്തിനേക്കാളും വിജയിയേക്കാളുമൊക്കെ താരമൂല്യമുണ്ടായിരുന്ന പ്രശാന്തിന് പിന്നീട് അത് തുടരാൻ സാധിച്ചില്ല എന്നതാണ് സത്യം. 2000ന്റെ മധ്യത്തിൽ ഒരുപക്ഷെ പ്രശാന്തിനെ കേന്ദ്ര കഥാപാത്രമാക്കിക്കൊണ്ടുള്ള പല ചിത്രങ്ങളും നിർമ്മാണം ആരംഭിച്ചെങ്കിലും അവയിൽ പലതും ഉപേക്ഷിച്ചു. 2007 മുതൽ 2011 വരെ പ്രശാന്തിന്റെ ചിത്രങ്ങളൊന്നും പുറത്തിറങ്ങിയില്ല. 2008 ടി നഗറിലെ പനകൽ പാർക്കിൽ പ്രശാന്ത് സ്വന്തമായി ഒരു ജുവലറി ആരംഭിച്ചു. മറ്റു കുറച്ച് വിഷയങ്ങളും കൂടി പ്രശാന്തുമായി ബന്ധപ്പെട്ടുണ്ട്. പ്രശാന്തിന്റെ വിവാഹ ജീവിതം ഒരു പരാജയമായിരുന്നു. അത് പ്രശാന്തിന്റെ ഭാര്യ മുൻപ് വിവാഹം കഴിച്ചത് മറച്ചു വെച്ചുകൊണ്ടാണ് പ്രശാന്തിനെ വിവാഹം കഴിച്ചത് എന്ന് തുടങ്ങിയ ചില പ്രശ്നങ്ങൾ ആ വിവാഹ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. പിന്നീട് ആ വിവാഹ ജീവിതം നീണ്ടു നിന്നതുമില്ല. അച്ഛനായ ത്യാഗരാജനാണ് പ്രശാന്തിനെ ആ വിവാഹത്തിലേക്ക് നയിച്ചതെന്നും അതുകൊണ്ട് തന്നെ ആ വിവാഹ ജീവിതത്തിൻ്റെ തകർച്ചയോടെയാണ് പ്രശാന്തിൻ്റെ സിനിമാ രംഗത്തെ കരിയറും ഏകദേശം മങ്ങിപ്പോയതെന്നും അവസാനിച്ചതെന്നും ത്യാഗരാജൻ കുറ്റബോധത്തോടുകൂടി പറയുകൊണ്ട് മാധ്യമങ്ങളുടെ മുന്നിൽ പറയുകയുണ്ടായി. അത് മാത്രമല്ല, ഈ ത്യാഗരാജനെ കുറിച്ച് വേറെ ചില ആരോപണങ്ങളും ചിലർ ഉന്നയിച്ചിരുന്നു. നടൻ വിക്രമിന് ഒരു കാലത്ത് ഒരിടയ്ക്ക് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. അദ്ദേഹത്തിൻ്റെ കാലിന് പരിക്ക് പറ്റിയ ആക്സിഡൻ്റ് ഉണ്ടായി. തൻ്റെ സിനിമയിൽ മകനെ വളർത്താൻ വേണ്ടി സഹോദരിയുടെ മകൻ്റെ വളർച്ച, അതായത് വിക്രം അക്കാലത്ത് കുതിച്ചുയർന്നുകൊണ്ടിരിക്കുന്ന താരമായിരുന്നു. വിക്രമിൻ്റെ വളർച്ചയെ തടയിടാൻ വേണ്ടി ത്യാഗരാജൻ പല പണികളും ഒപ്പിച്ചു എന്ന്, അതിൻ്റെ ഭാഗമാണ് ആക്സിഡൻ്റ് എന്നുമൊക്കെ ആരോപണങ്ങൾ വന്നു. എന്നാൽ അതെല്ലാം ത്യാഗരാജൻ നിഷേധിച്ചു. സ്വന്തം സഹോദരിയുടെ മകൻ്റെ കൂടെ താൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്നൊക്കെ ത്യാഗരാജൻ വളരെ സങ്കടത്തോടെ മാധ്യമങ്ങളോട് പറയുകയുണ്ടായി. എന്തായാലും ഒരുപക്ഷെ വിക്രത്തിനേക്കാളും വിജയിയേക്കാളും അജിത്തിനേക്കാളുമൊക്കെ തമിഴ് സിനിമയിൽ തിളങ്ങി നിൽക്കേണ്ട ഒരു താരമായിരുന്നു പ്രശാന്ത്. അത് അദ്ദേഹത്തിൻ്റെ ആദ്യകാല സിനിമകൾ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. എങ്കിലും പല നടന്മാരുടെയും നിർഭാഗ്യം പ്രശാന്തിനെയും വേട്ടയാടി അദ്ദേഹം ഒന്നുമാകാതെ തമിഴ് സിനിമാ രംഗത്ത് നിന്നും ഔട്ടായി പോവുകയായിരുന്നു ഉണ്ടായത്.